സോ ഇതുപോലത്തെ ഒരേപോലത്തെ ഡിസൈനിൽ വരുന്ന TWSകൾ കണ്ട് നമ്മൾ റിവ്യൂ ചെയ്ത് മടുത്തിരിക്കുന്ന സമയത്താണ് എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഇയർബഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഇയർബഡ്സ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് JV Card എന്ന് പറഞ്ഞ സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് നോക്കാം. സോ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് യൂസർ മാനുവൽ കാർഡ്, ടൈപ്പ് സി ചാർജിംഗ് കേബിൾ, എക്സ്ട്രാ ഇയർ ടിപ്പ്. സോ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു രണ്ട് TWSും കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് വെയിറ്റ് വൈസ് നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേ ഉള്ള TWSന് കുറച്ചുകൂടെ വെയിറ്റ് ഇൻക്രീസ്ഡ് ആണ്. അതിനതുപോലെ സൈസ് വൈസ് നോക്കുവാണെങ്കിലും എക്സാക്ട് സിമിലർ ആണ്. അതിനതുപോലെ സൈഡിൽ നോക്കുവാണെങ്കിലും ബാക്ക് ഫ്രണ്ട് ഒക്കെ നോക്കുവാണെങ്കിലും എക്സാക്ട് സിമിലർ തന്നെയാണ്. ഇനിയും എന്താണ് വ്യത്യാസം നോക്കുവാണെങ്കിൽ ഈ ഒരു TWSനകത്ത് രണ്ടിലും ഒരെണ്ണത്തിനകത്ത് ഡിസ്പ്ലേ ഉണ്ട്. ഇനി പോർട്സ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ ഉള്ള TWSനകത്ത് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് സി പോർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റേ TWSനകത്ത് ഓൾഡ് ജെൻ ആയിട്ടുള്ള ലൈറ്റ്നിങ് പോർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി വൈസ് നോക്കുവാണെങ്കിൽ എക്സാക്ട് സെയിം ആണ്. അതുപോലെ ഡിസ്പ്ലേ ഉള്ള TWSന്റെ ക്വാളിറ്റിയും അത്യാവശ്യം നല്ലത് തന്നെയാണ്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ മെയിൻ ഫീച്ചർ ആയിട്ടുള്ള ഈ ഒരു എക്സ്ക്ലൂസീവ് TWSന്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനതുപോലെ ഡിസ്പ്ലേ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ TWSന്റെ എല്ലാ ഫംഗ്ഷൻസും നമുക്ക് ആക്റ്റീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് ANC ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇക്വലൈസർ മോഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. വോളിയം ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്മാർട്ട് ഫോണുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ മ്യൂസിക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലത്തെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഡിസ്പ്ലേ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് TWS തന്നെ സാധിക്കുന്നതാണ്. ഓവറോൾ നോക്കുവാണെങ്കിൽ കിടിലം ഫീച്ചേഴ്സിൽ വന്നിട്ടുള്ള TWS ഇയർബഡ്സ് ആണിത്. സോ സൗണ്ട് ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് TWSനകത്ത് ANC അവൈലബിൾ ആണ്. അതിന് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബേസ് ബൂസ്റ്റഡ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി ആണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി, അതായത് വോയിസ് ക്ലാരിറ്റി പറയുകയാണെങ്കിലും അത്യാവശ്യം ഡീസന്റ് സൗണ്ട് ക്വാളിറ്റി ആണ് വന്നിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് TWSന്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുവാണെങ്കിൽ ANC യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ TWS ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 3 to 4 ഡേയ്സ് മാക്സിമം നമുക്ക് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. അതിനതുപോലെ നിങ്ങൾ ANC ഉപയോഗിക്കാതെയാണ് ഈ TWS ഉപയോഗിക്കുന്നതെങ്കിൽ മാക്സിമം ഒരു 4 to 6 ഡേയ്സ് വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാറ്ററി ബാക്കപ്പ് വൈസ് നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേയുടെ യൂസ് ഉണ്ടെങ്കിലും ANC വൈസ് നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഡെയിലി പാക്കേജ് നമുക്കൊരു ബാറ്ററി ബാക്കപ്പ് ഇന്ന് ലഭിക്കുന്നുണ്ട്. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ TWSനകത്ത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസിലാണ് വന്നിട്ടുള്ളത്. അതിനതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആണ് ഡിസ്പ്ലേ ഉള്ള ഒരു TWS നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനതുപോലെ നമുക്ക് ഈ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് JV Card സ്റ്റോർ എന്ന് പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ്. JV Cardൽ നമുക്ക് ഇതുപോലത്തെ കിടിലൻ പ്രൊഡക്റ്റുകൾ വളരെ വിലക്കുറവിൽ കിട്ടുന്നുണ്ട്. ഏതൊരു പ്രൊഡക്റ്റ് നമുക്ക് ഓൺലൈനിലൂടെ നമുക്ക് ഈ ഒരു JV Card സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ JV Cards ലിങ്ക് ഞാൻ പർച്ചേസ് ചെയ്യാനുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡിസ്പ്ലേയിലോട്ട് വരുന്ന ഈ TWS ഏകദേശം ഒരു 2000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഫൈനലി അതാണ് നമ്മുടെ ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ആപ്പിളിന്റെ TWSന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിൽ മെച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.